സംഖ്യകളും ക്യാപ്സൂൾ ഇറക്കാൻ മിടുക്കരാണ്. ജിതിൻ കെ ജേക്കബ് അടക്കം സോഷ്യൽ മീഡിയയിലെ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആരോപണം പറയുന്നുണ്ട്. പല കാര്യങ്ങളും അവർ പറയുന്നതിനകത്ത് ശരിയുണ്ട് എന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. രഞ്ജിത്ത് ഗോപാലകൃഷ്ണനെ പറ്റിയിട്ട് വിശദമായ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അതൊന്ന് വായിക്കാം. സംഖ്യകളും ക്യാപ്സൂളുകൾ ഇറക്കാൻ വിദഗ്ധരാണെന്ന് പ്രിയപ്പെട്ട ജിതിൻ കെ ജേക്കബ് പറഞ്ഞു കഴിഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് നിരാശയാണ് ജിതിൻ ഇതു കാരണസഹിതം വിശദീകരിച്ചത്. ഞാനും പല കാരണങ്ങൾ കൊണ്ട് വളരെയധികം നിരാശനാണ്. ഒന്ന്, മോദി സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും ന്യായമില്ലാതെ തുടർന്ന സമരത്തിന് മുന്നിൽ കീഴടങ്ങി എന്ന തോന്നൽ. സോനം വാങ്ചുക്ക് സമരം അവസാനിപ്പിച്ചപ്പോൾ പാറ്റകളെ എന്തുകൊണ്ട് തുരത്തിയില്ല എന്നുള്ളത്. സമരത്തിന് നേതൃത്വം നൽകിയവരുടെയും അവരെ ഇതിനായി പണവും മറ്റ് സന്നാഹങ്ങളും ഇറക്കി വിട്ടവരുടെയും യഥാർത്ഥ ലക്ഷ്യം ധർമ്മേന്ദ്ര പ്രധാനല്ല, മറിച്ച് മോദിയാണ് എന്ന് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലായി. പക്ഷേ രാജ്യം ഭരിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നില്ലേ എന്ന ആകുലത എന്നെ നിരാശനാക്കുന്നു. മന്ത്രിയെ ബലി കൊടുത്ത് രാജാവിനെ രക്ഷിക്കാൻ ഇത് ചെസ് കളിയല്ലല്ലോ. 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഏതാനും ആയിരങ്ങൾ ദില്ലി വളഞ്ഞാൽ സർക്കാർ ഇങ്ങനെ മുട്ടുകുത്തുന്നതിനാണ്. എന്തുകൊണ്ട് BJPക്ക് ഇതിലെ സത്യാവസ്ഥകൾ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അമിത്ഷായും നിതിൻ നബീനും നിശബ്ദരായിരുന്നു? എന്തിനിവർ രാജ്യത്തെ മാധ്യമങ്ങളെ ഇങ്ങനെ പൂർണ്ണമായി BJP വിരുദ്ധരാകാൻ വിടുന്നു? രാജ്യവിരുദ്ധർ ഇങ്ങനെ മാധ്യമങ്ങളെയും സെലിബ്രിറ്റികളെയും ഇൻഫ്ലുവൻസേഴ്സിനെയും അമേരിക്കൻ നിയന്ത്രിത സാമൂഹ്യ മാധ്യമങ്ങളെയും എല്ലാം സർക്കാരിനും രാജ്യത്തിനും എതിരെ പണം നൽകി സ്വാധീനിച്ച് ജനങ്ങളെ വൻതോതിൽ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ എന്തിന് ധാർമ്മികത എന്ന പേരിൽ സദ്ഗുണ വൈകൃതം തുടരുന്നു? കൊട്ടിഘോഷിക്കുന്ന അജിത് ഡോവലിൻ്റെ പിള്ളേരെവിടെ? എന്തുകൊണ്ട് ഇൻ്റലിജൻസ് സംവിധാനം ഇങ്ങനെ നിരന്തരം പരാജയപ്പെടുന്നു? രാജ്യത്തിനുള്ളിൽ തന്നെ ഉള്ള ശത്രുക്കളുടെ നീണ്ട നിരയെ വിദേശ സഹായത്തോടെ ഇങ്ങനെ വിജയിക്കാൻ വിട്ടാൽ നാളെ അടുത്ത സമരവുമായി ഇവർ വരില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ നശിക്കാൻ പോകുന്നതും അനുഭവിക്കാൻ പോകുന്നതും ഈ രാജ്യവും ഭൂരിപക്ഷ ജനതയുമാണെന്ന് എന്തുകൊണ്ട് BJP ഓർക്കുന്നില്ല? കേരളത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നടത്തുന്ന ചാനൽ സദാസമയവും BJPയെയും മോദിയെയും അധിക്ഷേപിക്കുന്നത് കണ്ടിട്ടും അയാളെ ചുമക്കുന്ന പെട്ടിതാങ്ങികളുടെ സകല BJPക്കാർക്കും 2 ലോഡ് പുച്ഛം കൂടി വാരി നിർത്തട്ടെ. ആത്മാഭിമാനമുള്ള ഏതെങ്കിലും BJP സുഹൃത്തുക്കൾ ഇത് വായിക്കാൻ ഇടയായാൽ അവരോട് പറയുക, ശകലം അന്തസ്സുണ്ടേൽ ഇയാൾക്കെതിരെ റിവോൾട്ട് ചെയ്യുക, എന്നിട്ട് ഇറങ്ങിപ്പോകൂ. വേറെ എന്ത് പണിയെടുത്ത് ജീവിച്ചാലും ഇതിലും അന്തസ്സ് കാണും. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴും പ്രതീക്ഷ മോദിയിൽ തന്നെയാണ്. ഒന്നും കാണാതെ മോദി ഇത് ചെയ്യില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. സ്റ്റിൽ ലവ് യു മോദിജി ആൻഡ് ട്രസ്റ്റ് യു നരേന്ദ്രമോദിജി. രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഇതാണ് ഈ പോസ്റ്റ്. ഇതിനകത്ത് ചില കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ടും ഇതിനോട് യോജിപ്പില്ല എങ്കിൽ കൂടിയും അതിനകത്ത് ചില കാര്യങ്ങളോട് നമ്മൾ അത് കൃത്യമായി ചർച്ച ചെയ്തേ മതിയാവുള്ളൂ. മിനിമം നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ, ദേശസ്നേഹികളായിരിക്കുന്നവർ, ഈ സംഘടനയിൽ സംഘപ്രസ്ഥാനങ്ങളോട് അങ്ങേയറ്റം പ്രതീക്ഷയുള്ളവർ, അതിനോട് ആത്മാർത്ഥമായി സ്നേഹം പുലർത്തുന്നവർക്കെല്ലാം തന്നെ ഇതിൽ വലിയ തോതിൽ ഒരു ചിന്തയ്ക്കുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനെ നമ്മൾ എന്തിനാണ് ഈ സമരത്തെ ഇങ്ങനെ നേരിട്ടത് എന്നുള്ള ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. മുഴുവൻ ആൾക്കാരും ചോദിക്കുന്നത് എന്തിനിതിനെ ഇത്രയും വളരാൻ വിട്ടു? എന്തുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല? എത്ര പദ്ധതികളാണ് BJPയുടെ വളർച്ചയ്ക്കെതിരെ, സംഘത്തിനെതിരെ, മോദിക്കെതിരെയൊക്കെ കൊണ്ടുവന്നത്? ഇതിലും വലിയതായിരുന്നില്ലേ ഗുജറാത്ത് കലാപം എന്നുള്ള ഒറ്റ വാക്ക് വെച്ചുകൊണ്ടല്ലേ ഇവർ ആക്രമണം മുഴുവൻ നടത്തിയത്? ഇതിലും വലിയതായിരുന്നില്ലേ ആ ആക്രമണങ്ങൾ മുഴുവൻ? അന്ന് ഇതിനെയൊക്കെ നിസ്സാരം പോലെ തൃണസമാനമായി ദൂരെ എറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നേറി വന്നത് എന്നുള്ളതാണ്. രാമക്ഷേത്രത്തിൻ്റെ കാര്യം, ഇതിനപ്പുറം ആയുധം വല്ലതും ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ? രാജ്യത്തിനെതിരാണ്, രാജ്യത്തിൻ്റെ സമാധാനത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ മുഴുവൻ ആക്രമിക്കാൻ, സർക്കാരിനെ ആക്രമിക്കാനൊക്കെ വലിയ ആയുധം അവരുടെ കിട്ടിയാൽ അവർക്കതിനെ ഉപയോഗിക്കാൻ കഴിയുന്നതിനേക്കാളേറെ നമുക്കതിനെ തകർക്കാൻ കഴിഞ്ഞു. അവരുടെ സകല ശ്രമങ്ങളെയും രാജ്യത്തെ ഛിന്നഭിന്നമാക്കാനുള്ള നീക്കങ്ങളെയും ഒക്കെ. അതുപോലെ തന്നെയല്ലേ CAA ബില്ലിൻ്റെ കാര്യത്തിലുമൊക്കെ നടന്നത്? അന്ന് CAA ബില്ലിൻ്റെ കാര്യത്തിനകത്തും പ്രതിരോധിച്ചു നിന്നു. ഡൽഹി കലാപം ഉണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ്. അത് അവിടുത്തെ ഹിന്ദുക്കൾ 50ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ വലിയ ആക്രമണം നേരിടേണ്ടി വന്നു നമ്മുടെ രാജ്യം. എന്നിട്ടും അതിനെയും അതിജീവിക്കാൻ കഴിഞ്ഞു. പക്ഷെ പരാജയപ്പെട്ടത് 1-ാം സ്ഥലം കർഷക സമരമാണ്. 2-ാമത് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലേക്ക് കൊണ്ടുവന്ന കാര്യം. ഈ കർഷക സമരത്തിൽ പോലും അവർക്ക് വാലിഡായിട്ട് ഒരു പോയിൻ്റെങ്കിലും, ആ പോയിന്റുകൾ കൃത്യമായിട്ടില്ല എങ്കിൽ കൂടിയും ഒരു പുകമറ സൃഷ്ടിക്കാനെങ്കിലും കഴിയുന്ന ന്യായീകരണങ്ങൾ അവരുടെ പക്കലുണ്ടായിരുന്നു. പക്ഷേ ഈ സമരത്തിന് ഒന്നുമേ കയ്യിലില്ല.
ഒരു വക പോലും അവരുടെ കയ്യിലില്ലാത്ത ഒരു സമരം അതെങ്ങനെയാണ് ഇങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞത്? അതെങ്ങനെയാണ് അതിനെ സർക്കാരിനെ മുട്ടുകുത്തിക്കാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. വലിയ കലാപത്തിനുള്ള ശ്രമമുണ്ടായിരുന്നു. ഒരുപാട് പേരെ രക്തസാക്ഷികളാക്കാൻ നിർത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെയെല്ലാം തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ക്യാപ്സൂളുകളെ പറ്റിയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാതെ ചെയ്യില്ല. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്. ഓഗസ്റ്റ് 15 ഡൽഹി കത്തുന്നത് തടയാനാണ്. സമരക്കാർ 3-4 പേരെ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ചാവേറാക്കി നിർത്തിയിരുന്നു. ഇനിയാണ് മോദിയുടെയും അമിത്ഷായുടെയും കളികൾ. സമരക്കാരുടെ ഉദ്ദേശം നടന്നില്ല. ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെയൊക്കെ ക്യാപ്സൂളുകൾ പറയുന്നുണ്ട്. അപ്പോൾ നാണം കെട്ട് കീഴടങ്ങി അതങ്ങ് സമ്മതിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ ക്യാപ്സൂളുകൾ വാരി വിതറുന്നത്, കൂടുതൽ അപഹാസ്യരാകുന്നത് എന്നൊക്കെയാണ് ജിതിൻ ജേക്കബ് ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചില കാര്യങ്ങൾക്ക്, അതായത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയൊക്കെ പറയുമ്പോൾ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനലിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് 100% ഈ ഏഷ്യാനെറ്റിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് വിയോജിപ്പുണ്ട്. അവർ ചെയ്യുന്നത് ശരിയല്ല, അനീതിയാണ്, അധർമ്മമാണ്, അധാർമികരാണ്. അതിനകത്തുള്ള പ്രവർത്തകർ, ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് കൃത്യമായി ദേശവിരുദ്ധമായിട്ടുള്ള, ഇല്ലെങ്കിൽ ദേശീയതയുടെ അടിസ്ഥാനത്തിലല്ല അവർ നിൽക്കുന്നത്. അവർ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ആൻറ്റി BJP തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മനോരമയിലാണെങ്കിൽ നടക്കുമോ? മനോരമയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും അവരുടെ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം എന്താ? അതിന് വിരുദ്ധമായിട്ട് ഒരു രീതിയിലെങ്കിലും മുന്നേറാൻ കഴിയുമോ? ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഓൺ ചെയ്യുന്ന ചാനലാണ്. പക്ഷേ ഇതിനകത്ത് പറയപ്പെടുന്ന കാര്യം, രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ ഒരു കാര്യത്തിനകത്തും അതിനെ ഒരു സ്വതന്ത്ര സംവിധാനമായി വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സ്വതന്ത്രമായി വിടുമ്പോഴും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ അതിൻ്റെ തെറ്റായ രാഷ്ട്രീയ സമീപനങ്ങളെ തിരുത്തി പോകണ്ടേ എന്നൊരു ചോദ്യം, അത് വാലിഡാണ്, അവിടെ നിൽക്കുന്നു. പൂർണ്ണമായിട്ടും നമുക്ക് രാജീവ് ചന്ദ്രശേഖരനെ അതിനകത്ത് കുറ്റം പറയാൻ കഴിയില്ല എങ്കിൽ കൂടി ഓക്കെ, എങ്കിലും പല അഭിപ്രായങ്ങൾ ഇതിനകത്തുണ്ട്. അത് ശരിയാണ്, അതിനെയെല്ലാം മാനിച്ച് തന്നെയാണ് പോകേണ്ടതെങ്കിലും എന്തിന് ഈ സമരത്തെ വിജയിക്കാൻ വിട്ടു? ഇല്ലെങ്കിൽ ആ സമരം അവർ വീണ്ടും വന്നാൽ എന്ത് ചെയ്യും? ആ ചോദ്യമാണ് ഇനി അവിടെ ബാക്കി. ഇത് ഇത്രയും സംഭവിച്ചു കഴിഞ്ഞു. എവിടെ അജിത് ഡോവലിൻ്റെ ഇൻ്റലിജൻസ്? എവിടെ അജിത് ഡോവലിൻ്റെ പിള്ളേരെവിടെ? ഇതിനെ ഇങ്ങനെ വളരാൻ വിട്ടവരെവിടെ? ഇതിനെ അടിച്ചൊതുക്കണ്ടായിരുന്നു? ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ശരി, ഒക്കെ ശരിയാണ്, അതെല്ലാം നിൽക്കുകയാണ്. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോഴും മനസ്സിൽ മറ്റൊരു ചോദ്യം വരുന്നുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ബില്ലുകൾ വരുന്നുണ്ട്, പ്രധാനപ്പെട്ട നിയമങ്ങൾ വരുന്നുണ്ട്, രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. FCRA ബില്ല്, അതുപോലെ തന്നെ UCC യൂണിഫോം സിവിൽ കോഡ് വരുന്നുണ്ട്, ഒൺ നേഷൻ ഒൺ ഇലക്ഷൻ വരുന്നുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാകാൻ പോവുകയാണ്. അങ്ങനെ നടപ്പിലാകാൻ പോകുമ്പോൾ അതിനെയും ഇതുപോലത്തെ സമരവും കൊണ്ട് ഇവർ വന്നാൽ എന്ത് ചെയ്യും? രാജ്യത്തിനെ ഷേപ്പ് ചെയ്യുന്ന, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളെ എങ്ങനെ ഈ കവർ ചെയ്യാൻ കഴിയും? അതിനെയൊക്കെ ഇവർ സമരവുമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? അതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി നേതൃത്വത്തിൽ നിന്നുണ്ടാകും, ആരിൽ നിന്നുണ്ടാകും, എങ്ങനെ നേരിടും? അത് വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെ വളം വെച്ച് കൊടുത്തത് എന്തിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ആ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. വിമർശനങ്ങൾക്ക് നമുക്ക് പലപ്പോഴും മറുപടി പറയേണ്ടി വന്നേ പറ്റൂ. അത് മറുപടി നേതൃത്വത്തിനും പറയേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നിരാശ. ഒരു പക്ഷേ സമാധാനത്തിന് വേണ്ടിയായിരിക്കും, ഉദ്ദേശത്തിൽ തന്നെയായിരിക്കും നരേന്ദ്രമോദിയും അമിത്ഷായും ഈ പറയുന്ന ഡോവലും BJPയും എല്ലാം എടുത്തിരിക്കുന്ന സമീപനം. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ്? ഈ പറയുന്ന ഒന്നും അറിയാത്ത പിള്ളേരുടെ, ആരുടെയൊക്കെ ആയുധമായി മാറിയ കുട്ടികളുടെ വെറും ആയിരങ്ങൾ മാത്രം, അത് 2000-ഓ 3000-ഓ പരമാവധി ഒരു 4000 പേര് വരുന്ന ഒരു സമരത്തിനെ എന്തിന് 140 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഭരിക്കുന്ന സർക്കാർ ഭയക്കുന്നു? ഒന്നുമല്ലാത്ത ഒരു കൂട്ടം, വെറും ഒരു ആൾക്കൂട്ടത്തിന്, നത്തിങ് ഇൻ ദ ബ്രെയിൻ എന്നൊക്കെ പറയുന്ന ഒരു ആൾക്കൂട്ടത്തിന് എന്തിന് ഈ സർക്കാർ ഇങ്ങനെ ഭയപ്പെട്ടു എന്നുള്ളത്, ഇല്ലെങ്കിൽ അതിന് മുന്നിൽ അവർക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞതെല്ലാം അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ വിമർശനം അതിശക്തമായി തന്നെ നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.